നമ്മുടെ കോടതിയിലെ ഒരേ ഒരു രാജാവ് ഉടവാളും ചെങ്കോലും ഒക്കെയുള്ള രാജാവ്. രാജ്യമില്ല, ഭരണവുമില്ല, സിംഹാസനം എല്ലാം അടിച്ചോണ്ട് പോയി. മന്നത്തിനുൾപ്പെടെ ഉള്ളവരെ എല്ലാം കൊണ്ടുപോയി. ക്ഷത്രിയ സമുദായത്തെ കൂടെ ചേർത്തുകൊണ്ട് ഒരു മുന്നോക്ക സംവിധാനം ഉണ്ടാക്കണം. അതിലെന്തായാലും ഇപ്പൊ ഉടവാളുമില്ല, ചെങ്കോലുമില്ല, സിംഹാസനവുമില്ല, രാജ്യവുമില്ല, പ്രജകളുമില്ല. പ്രജകൾ നമ്മളെ അനുസരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അനുസരിക്കും. കോന്നിയിലെ ചില ആളുകളെ ഉള്ളു അനുസരിക്കാം. നിങ്ങൾ ഈ സാറിനെ പറ്റി സാറ് പറഞ്ഞ കേട്ടോ? സാറ് നല്ല ആസ്വദിക്കാനുള്ള ആളല്ലേ. തലവതിച്ച് മാറി സാറിന് കേട്ടോ? സാറിന് മനു ഒരുപാട് ക്ലിക്ക് ചെയ്യുന്ന ആളാണ്. ഇത് നന്നായി ക്ലിക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്ലിക്ക് ആക്കിയേക്കാം. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്കമന്ത്രമുണ്ടോ? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, മുങ്ങിപ്പിഴിയാത്ത ചേലയും ചുറ്റി നീ മുടിയുലമ്പിക്കൊണ്ടു നിന്നപ്പോ ഇന്നു മുഖമൊന്നുയർത്താതെ മുങ്ങുമ്പോൾ പത്മതീർത്ഥത്തിലെ പാതി വിരിഞ്ഞൊരു പവിഴത്താമര ആയിരുന്നു. കടവിൽ വന്നൊരു നുള്ളു തരാനെൻ്റെ കൈതരിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, പുലരി പൂമുഖ മുറ്റത്തു കാലത്തു പുറംതിരിഞ്ഞിന്നു നീ നിന്നപ്പോഴിന്നു അരിപ്പൊടിക്കോലങ്ങൾ എഴുതുമ്പോൾ നിത്യരോമാഞ്ചങ്ങൾ കുത്തുന്ന കുമ്പിളിൽ നിറയെ ദാഹങ്ങളായിരുന്നു. ഒരു പൂണൂലായി പറ്റിക്കിടക്കാൻ ഞാൻ ആഗ്രഹിച്ചു. തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞണച്ചരടിലെ ഏലസിനുള്ളിൽ ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ? അനങ്ക മന്ത്രമുണ്ടോ? അടിപൊളി.